വൺ ഓഫ് ദി ബെസ്റ്റ് മാർക്കറ്റ്, അതായത് ഇന്ത്യയിലെ രണ്ടാമത്തെ മാർക്കറ്റാണ് കോയമ്പേട് മാർക്കറ്റ്. ചെന്നൈയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈയിൽ കോയമ്പേട് എന്നുള്ള സ്ഥലത്താണ് മാർക്കറ്റുള്ളത്. അതേപോലെ തന്നെ ഈ മാർക്കറ്റ് നടന്നു കാണാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 ദിവസമെങ്കിലും എടുക്കും ഈ മാർക്കറ്റ് ഫുള്ള് നടന്ന് കണ്ട് തീരണമെങ്കിൽ. അതേപോലെ തന്നെ ഈ മാർക്കറ്റിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ ഇവിടത്തേക്ക് എല്ലാ പച്ചക്കറികളും വരുന്നത്. എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നാണ് വരുന്നത്. ഞാനിത് നൈറ്റാണ് ഞാനിപ്പോൾ എടുക്കാൻ പോയത്. ഇപ്പം ഒരുപാട് ഒരു 2 മണി 3 മണി ആ 2 മണി ടൈമിലാണ് ഞാനിതെല്ലാം. ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് 24 hours ഇതെല്ലാം ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടേയിരിക്കും. എങ്കിലും കച്ചവടങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്ട് ഒരു 3 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ് ഇവിടെ കച്ചവട ടൈം. ഈ കാണുന്ന കറിവേപ്പിലകളെല്ലാം കണ്ടോ അടുക്കി ഇങ്ങനെ കൊണ്ട് കുറേ ഇട്ടേക്കുക. ഇതിൻ്റെ ബേസ് നമ്മൾ തറ കിടക്കുന്ന വാര്യ തന്നെ നമ്മുടെ ഈ കേരളത്തിലേക്കുള്ള ഏകദേശം കടകളിലേക്കുള്ള പച്ചക്കറി എല്ലായിടത്തും കൊടുക്കാനുള്ള കറിവേപ്പിലയാകും. അതേപോലെ തന്നെ ഓരോന്നിനും ഓരോരോ സെക്ഷൻ അവർ ചെയ്തിട്ടുണ്ട്. അതായത് പഴത്തിൻ്റെ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ ഒരു സെക്ഷൻ, പൂ മാർക്കറ്റ് ആകുമ്പോഴത്തേന് പൂവിൻ്റെ മാത്രം ഒരു സെക്ഷൻ, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് സെക്ഷൻ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ കണ്ടതിൽ ഏറ്റവും വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിലാണ് ഒരുപാട് വണ്ടികൾ ഇങ്ങനെ ലോഡുമായിട്ട് ഇങ്ങനെ വന്ന് നടക്കും. ഞാൻ ഒരുപാട് വണ്ടികൾ കണ്ടത്. ഇത് കണ്ടില്ലേ, ഈ അകത്തോട്ട് കാണുന്ന എല്ലാം പൂ മാർക്കറ്റാണ്. ഈ അങ്ങോട്ട് അകത്തോട്ട് കാണുന്ന എല്ലാം പൂ മാർക്കറ്റാണ്. ഇത് കണ്ടില്ലേ, റോഡ് കയറ്റുന്നു ഇറക്കുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും പ്രോസസ്സിങ്. ഇത് കണ്ടില്ലേ, ലോഡ് ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇതിങ്ങനെ പ്രോസസ്സ് ഈ ചന്തയിൽ 24 മണിക്കൂർ ഇങ്ങനെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും. ഇവിടുത്തെ വർക്കേഴ്സിനെ തന്നെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രാവിലെ ആയുള്ള അവസ്ഥയെന്ന് ആലോചിക്കുക, കച്ചവടം തുടങ്ങിയുള്ള അവസ്ഥയെന്ന് ആലോചിക്കുക. ഇപ്പം തന്നെ ഇത്രയും ആളുണ്ടെങ്കിൽ ഇതിൻ്റെ ബാലൻസ് വീഡിയോ കൂടെ നിങ്ങൾ കണ്ടു. ഞാൻ ഇതിൻ്റെ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ നൈറ്റ് കുറച്ച് ഫോട്ടോകളൊക്കെ നമുക്ക് കിട്ടിയപ്പോൾ ഞാൻ നൈറ്റ് കുറച്ചൊക്കെ എടുത്തു. പിന്നെ നമുക്ക് ഒരുപാട് സമയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ കുറച്ച് വീഡിയോ ഞാൻ ചുരുക്കിയാണ് ചെയ്യുന്നത്. ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണാം എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞിരുന്നു. കോയമ്പേട് പോകുമ്പോഴത്തേക്കും ഇവിടുത്തെ മാർക്കറ്റിൽ വീഡിയോ ഇടാം. ബ്രിട്ടീഷുകാർ പണിഞ്ഞ മാർക്കറ്റാണ്, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ മാർക്കറ്റ് ഫുള്ള് ബ്രിട്ടീഷുകാരാണ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഇതിൻ്റെ പുറ സൈഡിൽ നിന്നുള്ള കാഴ്ച. ഇത് കച്ചവട വണ്ടികളും ഇതിൻ്റെ മറ്റേ ഈ ഉന്തുവണ്ടികൾ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അടുത്തുണ്ടല്ലേ, ഇതിന് അങ്ങോട്ട് നേരത്തിയിട്ട് കിടക്കും. രാവിലെ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ തിരക്കായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ പെട്ടെന്ന് പോകാനോ വരാനോ ഒന്നും നമുക്ക് നടക്കത്തില്ല. അതേ കണ്ടില്ലേ, ഈ മാർക്കറ്റിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ചെറിയ ഉന്തുവണ്ടികളും കൈവണ്ടികളൊക്കെ ഇങ്ങനെ നിരത്തിച്ചിട്ടുണ്ട്. കൊള്ളാം. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ മാർക്കറ്റാണിത്. ഞാൻ ഇന്ത്യൻ നമ്പർ 1 മാർക്കറ്റിനെ കുറിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ഇത് രണ്ടാമതാണ് നിൽക്കുന്നത്. ഇതിൽ തന്നെ ഈ കാണുന്ന ബിൽഡിംഗ് എല്ലാം അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ പണിയിട്ടെന്ന് ആലോചിക്കുകയും. ഇത് മാത്രമല്ല കേട്ടോ, ഒരു സ്ക്വയർ ഒരു എന്താ പറയുക, ഒരു ചതുരത്തിൽ ഒരു 2-3 സൈഡിലായിട്ട് തന്നെ ഇതിൻ്റെ മാർക്കറ്റ് എല്ലാം വ്യാപിച്ചവിടെ ഇവിടെയായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാടുണ്ട് ഏരിയകൾ, ഒരുപാട് കാണാനും പിന്നെ ഒരുപാടുകൾ മിസ്സായി പോയ സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട്. ബാക്കി ഏതായാലും നിങ്ങളിതെല്ലാം കണ്ടില്ലേ. ഇതൊക്കെയാണ് നമ്മുടെ കോയമ്പേട് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതിലെ പകൽ കാണണം, പക്ഷേ ഇതിന് നമുക്ക് ഒരുപാട് നേരം വീഡിയോ എടുത്തുകൊണ്ട് നടക്കാനോ ചിലരും സമ്മതിക്കുന്നുണ്ട്. മാക്സിമം ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളിവിടുന്ന് അങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേക്കിന് ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ചോദിച്ചപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പുള്ളിയായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. കുറച്ച് കാര്യങ്ങൾ, ഏകദേശം ചില്ലറ ചെറിയ കാര്യങ്ങളൊക്കെ പുള്ളി നമ്മളോട് പറഞ്ഞു തന്നു. പുള്ളി പറയുന്നതോടെ നമുക്ക് കേട്ടോ. ഓക്കെ, எத்தனை மணி வரை இருக்கும்? நைட்டு 10 மணி வரை எல்லாமே. 3 மணிலிருந்து 10 மணி வரை. சரி. നമ്മൾ കോയമ്പേട് മാർക്കറ്റിനെ കുറിച്ച് ഏകദേശം ഒരു ഊഹം നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. ഇതാണ് കോയമ്പേട് മാർക്കറ്റ്. അപ്പോൾ അവിടുത്തെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം സീ ദി നെക്സ്റ്റ് വീഡിയോ.